ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയിലേക്ക് ഇന്ധനം ഒഴുക്കാൻ പുതിയ തന്ത്രവുമായി കേന്ദ്രം. ഗൾഫ് കടലിനടിയിലൂടെ ഇന്ത്യയിലേക്ക് നേരിട്ട് ഇന്ധന പൈപ്പ് ലൈൻ. അറബിക്കടലിന്റെ ആഴങ്ങളിലൂടെ ഇന്ധനം ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒഴുകുന്ന കാലം ഇനി കയ്യെത്തും ദൂരെയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു ദീർഘവീക്ഷണം. ഭാരതത്തിന്റെ സ്വയം സേവകൻ ഇനി മറ്റൊരു ദീർഘവീക്ഷണവുമായി എത്തുകയാണ്. UAE-യുമായി ചേർന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ കടലിനടിയിലൂടെയുള്ള ആഴക്കടൽ പൈപ്പ് ലൈൻ വഴി ഗ്യാസും ഓയിലും നേരിട്ടും ഭാരതത്തിൽ എത്തിക്കാൻ സാധിക്കും. വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഇങ്ങനെ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നതിനിടയിൽ ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് കേന്ദ്രത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വിപ്ലവകരമായ നീക്കം. ഇന്ധന ഇറക്കുമതിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച സമുദ്രപാതയെ ഹോർമുസ് കടലിടുക്കിനെയാണ് ഇന്ത്യയും ആശ്രയിക്കുന്നത്. അത് കുറയ്ക്കണമെങ്കിൽ UAE-യിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് കടലിനടിയിലൂടെ ഇന്ധന പൈപ്പ് ലൈൻ വരണം. അത് നിർമ്മിക്കാനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ തന്ത്രപരമായ ആ നയവും കരുത്തും വർദ്ധിപ്പിക്കുന്ന ഈ നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ സജീവ പരിഗണനയിലാണ്. നിലവിൽ ഇന്ത്യയുടെ 50% ക്രൂഡ് ഓയിലും 90% LPG ഇറക്കുമതിയും നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ഭാരതത്തിന് ഇന്ധനവിലയെ, നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ ദോഷകരമായി ബാധിക്കും. ഈ വെല്ലുവിളി മറികടക്കണം. അതിനാണ് മോദി സർക്കാർ പുതിയ മാസ്റ്റർ പ്ലാനുമായി രംഗത്തെത്തുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കാരണം ചരക്ക് നീക്കത്തിനുള്ള ഇൻഷുറൻസ് പ്രീമിയവും ചരക്ക് കൂലിയും കുതിച്ചുയരുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ്. മെയ് 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശനം നടത്തുകയാണ്. അതായത് അന്ന് ഈ പൈപ്പ് ലൈൻ പദ്ധതി സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ നടക്കും എന്നാണ് വിവരങ്ങൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം തന്നെയാകും പ്രധാന വിഷയം. കേവലം ഇന്ധനം വാങ്ങുക എന്നത് മാത്രമല്ല, അതിനപ്പുറം സുരക്ഷിതമായി ഇന്ധനം രാജ്യത്ത് എത്തിക്കാനുള്ള ഇടനാഴികൾ വികസിപ്പിക്കുക എന്ന ഇന്ത്യയുടെ നയതന്ത്ര മികവാണ് ഇവിടെ പ്രകടമാകുന്നത്. അടുത്ത 30 വർഷം, ആ 30 വർഷത്തെ ഭാരതത്തിന്റെ വളർച്ച, അത് ദീർഘവീക്ഷണത്തോടെ കണ്ടാണ് ഇത്തരമൊരു നീക്കം. പദ്ധതി യാഥാർത്ഥ്യമായാൽ ചൈന ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ എതിരാളികൾക്ക് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര മേഖലയിൽ ഭാരതം നൽകുന്ന ശക്തമായൊരു മറുപടി കൂടിയാകും ഇത്. പൈപ്പ് ലൈനിന് പുറമെ രാജ്യത്തെ തന്ത്രപ്രധാനമായ പെട്രോളിയം സംഭരണശാലകളുടെ ശേഷി കൂട്ടാനും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനെയോ മറ്റ് ശത്രു രാജ്യങ്ങളെയോ ഇനി ആശ്രയിക്കേണ്ട. അങ്ങനെ തന്നെ അറബിക്കടലിന്റെ ആഴങ്ങളിലൂടെ ഇന്ധനം ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒഴുകും. അങ്ങനെയുള്ള ഒരു കാലം വിദൂരമല്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ നയതന്ത്രത്തിലും ആഭ്യന്തര സുരക്ഷയിലും ഒരിക്കലും വിട്ടുവീഴ്ചകൾ വയ്ക്കാത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.